കേരളത്തെ RSS ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് 2014 2014 നിന്ന് തുടങ്ങുന്ന അവരുടെ യാത്ര ഇപ്പൊ 2026 സംഘപരിവാറിന്റെ ഇതുവരെയുള്ള ഒരു ധാർഷ്ട്യമായിരുന്നു. ഏത് കൊള്ളരുതായ്മ ചെയ്തു, എന്ത് തോന്നിവാസം ചെയ്തു, എന്ത് ജനവിരുദ്ധ നയം നടപ്പിലാക്കിയും, ഏതു മനുഷ്യനെ കൊന്നാലും, ഏതു മനുഷ്യനെ ജയിലിലടച്ചാലും, ഏതു മനുഷ്യന്റെ മേലിൽ UAPA ചാർത്തിയാലും, ഏതു മനുഷ്യനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചാലും, ഏതു മനുഷ്യനെതിരെ എന്ത് ചെയ്താലും ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സംഘപരിവാറിന്റെ ധാർഷ്ട്യത്തിനേറ്റ മുഖത്തേറ്റ അടിയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ഈ രാജി സ്വാഭാവികമായി വന്നിട്ടുള്ള ഒരു രാജിയല്ല. ഈ രാജി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി നടത്തിയ രാജിയല്ല. ഈ രാജി ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ ജീവനും തങ്ങളുടെ ഭാവിയും തങ്ങളുടെ രക്തവും തങ്ങളുടെ എല്ലാം സമർപ്പിച്ച് ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ നടത്തിയ സമരത്തിന്റെ അവസാനമാണ്. ആ സമരത്തിന്റെ ഭാഗമായാണ് ഈ രാജി ഉണ്ടായത്. ഈ രാജി സ്വാഭാവികമല്ല. ഈ രാജി പോരടിച്ച് നേടിയ രാജിയാണ്. ഈ രാജി ഒരു ഘട്ടത്തിലും തങ്ങൾ രാജിവെക്കില്ല എന്ന് പറഞ്ഞ സംഘപരിവാർ അഹന്തക്കേറ്റ അടിയാണ്. ഇത് തുടക്കമാണ്, ഇത് അവസാനത്തേതല്ല. സംഘപരിവാറിന്റെ ഭാഗമായി രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്ന വികലമായ നയങ്ങളുടെ ഭാഗമായി ബാധിക്കപ്പെട്ടിട്ടുള്ള ലക്ഷോപലക്ഷം മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നതേയുള്ളൂ. എത്രയെത്ര മനുഷ്യരെയാണ് വേട്ടയാടിയിട്ടുള്ളത്. ഈ സമരത്തിന്റെ ഭാഗമായി 23 ലക്ഷം വിദ്യാർത്ഥികളുടെ കണ്ണീർ ഈ മണ്ണിൽ വീണപ്പോൾ അതിന്റെ മുഖത്ത് നോക്കി ചിരിച്ച സംഘപരിവാറുകാർക്കും ABVP-ക്കാർക്കും ഇപ്പോഴെന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കേരളത്തിന്റെ കലാലയങ്ങളിൽ SFI ഒരു സ്ട്രൈക്ക് നടത്തുമ്പോൾ ആ സ്ട്രൈക്കിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കേരളത്തിലെ BJP-യുടെയും ABVP-യുടെയും തെറ്റായ നയങ്ങൾ കേരളത്തിലെ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഉള്ളിലെ മനുഷ്യത്വ വിരുദ്ധത, അവരുടെ ഉള്ളിലെ വർഗീയത, അവരുടെ ഉള്ളിലെ മറ്റുള്ള മനുഷ്യനോടുള്ള വെറുപ്പ്, മറ്റു മനുഷ്യരോട് അവർ കാണിക്കുന്ന അസഹിഷ്ണുതയൊക്കെയും ഈ മണ്ണിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ രാജ്യത്തിന്റെ മഹാത്മാവിനോട് കാണിച്ച അതേ നെറികേട് ഈ രാജ്യത്തെ സകല മനുഷ്യരോടും തങ്ങൾക്ക് കാണിക്കാമെന്ന ബോധ്യമുണ്ടല്ലോ, അഹന്തയുണ്ടല്ലോ, അതിനേറ്റ അടിയാണിത്. ആ അടി ഒരു ഘട്ടത്തിൽ പോലും അവസാനത്തതല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ഘട്ടത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നത്. ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ സമരത്തിന്റെ ഭാഗമായി ആദ്യാവസാനം ഉണ്ടായ ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് കഠിനമായ വിമർശനം ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ചില വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ട്. അതൊന്ന് KSU ആണ്, മറ്റൊന്ന് MSF ആണ്. എവിടെയായിരുന്നു ഇവരൊക്കെയും എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലും ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുമ്പോൾ നിങ്ങൾ പാലിച്ച നിശബ്ദത നാളെ നിങ്ങളുടെ മുന്നിൽ ചോദ്യമുനയായി വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ 21 വിദ്യാർത്ഥികളുടെ ജീവൻ കൊടുക്കേണ്ടതായി വന്നു. ആ വിദ്യാർത്ഥികൾ അനുഭവിച്ച വേദനക്ക് അവരുടെ കുടുംബങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം ഉണ്ടാകണം. അതിന്റെ ഭാഗമായി പുതിയ നിയമം രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടും എന്നറിയിച്ചിട്ടുണ്ട്. ആ നിയമത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതിന്റെ പിന്നാലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കറിയേണ്ടതുണ്ട്. ഈ രാജ്യത്ത് NTA പിരിച്ചുവിടപ്പെടണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഈ സംസ്ഥാനങ്ങളിലേക്ക് തിരികെ ഈ പരീക്ഷ നടത്തിപ്പ് തിരികെ എത്തണം. അതിന്റെ ആവശ്യകരമായി ഈ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും ഫെഡറൽ തത്വങ്ങൾക്കനുസൃതമായി സംഘപരിവാർ പ്രവർത്തിക്കാനോ അവരുടെ ഭാഗമായി ഇന്നവർ സംസ്ഥാനം ഈ രാജ്യത്ത് ഭരണം നടത്തുകയാണ്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന സർക്കാരുകളെ അവർ ബഹുമാനിക്കാൻ പഠിക്കണം. അതിന്റെ ഭാഗമായി ഫെഡറൽ തത്വങ്ങൾക്കനുസൃതമായി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവണം. അങ്ങനെയല്ല എങ്കിൽ ഇങ്ങനെയെല്ലാം കേന്ദ്രീകരിച്ച് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് ഇത്തരം ഒരുപാട് രാജികൾ ഇനിയും ആവർത്തിക്കേണ്ടതായി വരും. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം രാജിയിൽ അവസാനിക്കുന്നതല്ല എന്ന് പറയാൻ കാരണം രാജ്യത്തിന്റെ വികലമായ നയങ്ങൾ വ്യത്യസ്ത മേഖലയിൽ ഇനിയും വരുന്നുണ്ട്. ഒട്ടനവധി സമരങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഛത്തീസ്ഗഡിൽ സമരം നടക്കുന്നുണ്ട്. SC/ST വിഭാഗങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ ട്രൈബൽ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമരം ഇപ്പോൾ നടക്കുകയാണ്. നോയിഡയിൽ തൊഴിലാളികൾ സമരത്തിലാണ്. പഞ്ചാബിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും സമരത്തിലാണ്. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യമെമ്പാടും സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ സമരങ്ങളൊക്കെയും ഒരു വലിയ തീക്കാറ്റായി രാജ്യത്ത് ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. സമരങ്ങളെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ രാജ്യത്തിന്റെ മീഡിയ ഹൗസുകൾ വാങ്ങിയിട്ടുള്ള അദാനിക്ക് ആ മീഡിയ ഹൗസുകൾ മാത്രം മതിയാവില്ല ഇനി ഞങ്ങളെ നിശബ്ദപ്പെടുത്താൻ. കാരണം ഞങ്ങളുടെ കൈകളിൽ വിലങ്ങണയിച്ചാലും ഞങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടിയാലും ഞങ്ങളുടെ നാക്കറത്താലും ഇവിടെ മനുഷ്യർ പ്രതിരോധം സൃഷ്ടിക്കാൻ തയ്യാറാകുന്ന വിധത്തിലേക്ക് അവരുടെ കണ്ണുകൾ കൊണ്ടോ ചെറുചലനങ്ങൾ കൊണ്ടോ രാജ്യത്തെ സർക്കാരിനെതിരെ കൈകൾ ഉയർത്താൻ കഴിയുന്ന നിമിഷങ്ങളിലും
കനക്കാൻ കഴിയുന്ന നിമിഷങ്ങളിലും കണ്ണുകൾ കൊണ്ട് പ്രതിഷേധം നടത്താൻ കഴിയുന്ന നിമിഷങ്ങളിലും എവിടെയെങ്കിലും ശരീരത്തിന്റെ അവസാനത്തെ ചലനം ഉണ്ടാകുന്ന നിമിഷത്തിലും അവർക്കെതിരെ സമരമാകാൻ കഴിയുന്ന വിധത്തിലേക്ക് രാജ്യത്ത് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇന്ന് തീക്ഷ്ണമായി രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്നു എന്ന് ഞങ്ങൾ ഏറ്റവും ആഹ്ലാദത്തോടുകൂടി ആവേശത്തോടുകൂടി ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി ഡൽഹിയുടെ തെരുവോരങ്ങളിൽ രക്തം ചിന്തേണ്ടി വന്ന ഒട്ടനവധി വിദ്യാർത്ഥികളുണ്ട്. അവരെ ഇവർ വിളിച്ചത് രാജ്യദ്രോഹികൾ എന്നാണ്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ, നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ച ഇവർ ഈ രാജ്യത്ത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കി, വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കി, 1 ലക്ഷം സ്കൂളുകൾ പൂട്ടിക്കെട്ടുമ്പോഴും, ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുമ്പോഴും, ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സഞ്ചരിപ്പിക്കുമ്പോഴും, ഈ രാജ്യത്ത് മനുവാദ സിദ്ധാന്ത പ്രകാരം മനുഷ്യരായി കാണാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് ഭക്ഷണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, പ്രണയത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന ഇവരാണോ രാജ്യദ്രോഹികൾ? ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ അവർക്ക് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിലാണോ രാജ്യദ്രോഹികൾ? ഈ രാജി കൊണ്ട് അതിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ BJP നടത്തിയിട്ടുള്ള പൊറാട്ട് നാടകങ്ങൾ കേരളം കണ്ടതാണ്. സമരം ഈ നാടിന്റെ ആവശ്യമായിരുന്നു, ശരിയായിരുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇന്നലെയും മെനഞ്ഞാന്നുമായി ഈ ഘട്ടത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് സ്വന്തം ഫോണിൽ നിന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വന്നത്. അതിന്റെ തുടർച്ചയായി ഈ സമ്മർദ്ദത്തിന് വഴങ്ങാതെ, വിദ്യാർത്ഥികളുടെ സമരത്തിന് വഴങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞത് രാജ്യത്തെമ്പാടുമുള്ള വിദ്യാർത്ഥി സംഘടനകൾ, അത് SFI ആവട്ടെ, ASF ആവട്ടെ, IC ആവട്ടെ, അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന നിലയിൽ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള മൂവ്മെന്റിന്റെ ഭാഗമായുള്ള അതിന്റെ പ്രവർത്തകർ, അവരെല്ലാം മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഈ സമരത്തിന് ആ നിലയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ വിജയം രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇന്ത്യയെ അവസാനിപ്പിക്കാൻ, ഇന്ത്യ എന്ന ബോധത്തെ ഇല്ലാതാക്കാൻ സംഘപരിവാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗ്രാൻഡ് ഡിസൈനിനെ തകർക്കാൻ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും വരും തലമുറക്കും കഴിയും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം ഈ രാജ്യത്ത് ഇന്ന് ജനിച്ചിരിക്കുന്നു. ആ കുഞ്ഞിനെ നമ്മൾ ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള, ഈ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ആ കുഞ്ഞിനെ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പൗരാവകാശത്തെ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാനുള്ള ഏറ്റവും വലിയ ബോധ്യമായി അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ആ സമരം തീർച്ചയായും ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരം ഈ രാജ്യത്തിന്റെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഗതകാല സ്മരണകളിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലേക്ക് നടന്നിട്ടുള്ള ഈ സമരം ഈ രാജ്യത്ത് പുതിയൊരു വഴിത്തിരിവ് തന്നെയാണ്. അതിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും അതിന്റെ പ്രവർത്തകർക്കും ഏറെ അഭിമാനമുണ്ട്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും ഞങ്ങൾ ഈ നടത്തിയ സമരത്തിന്റെ ഒടുവിലെന്ന നിലയിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തും. അതിന്റെ ഭാഗമായി ഇവിടെ ഞങ്ങളിപ്പോൾ മെലഡി ഒരു മിഠായി വിതരണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെമ്പാടും ഞങ്ങൾ അത് വിതരണം ചെയ്യും. അതിന്റെ ഭാഗമായി ഏതെങ്കിലും ഡിപ്ലോമാറ്റിക് ചാനലുകൾ വഴിയോ അല്ലെങ്കിൽ ഡിപ്ലോമസിയുടെ ഭാഗമായി ഈ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ സോപ്പിടാൻ വേണ്ടിയല്ല, മറിച്ച് ഇത്തരത്തിൽ ഈ PR വർക്കുകൾ നടത്തിയതിന്റെ ഭാഗമായി PR വർക്കുകൾ കൊണ്ട് മാത്രം രാജ്യത്തെ പ്രധാനമന്ത്രിയെ തുടരാൻ കഴിയില്ല എന്നും, രാജ്യത്തെ ഗവൺമെന്റ് ആണെങ്കിൽ ഈ രാജ്യത്തെ 138 കോടി ജനതയും കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും അവർക്ക് മറുപടി പറയാൻ താൻ ബാധ്യസ്ഥനാണെന്നും നിങ്ങളുടെ മുന്നിൽ ഈ നിമിഷം വരെയും കഴിഞ്ഞ 14 വർഷമായി, 2014 നിന്ന് 2026 12 വർഷമായി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരാത്ത നരേന്ദ്രമോദി സ്വന്തം ഫോൺ എടുത്ത്, സെൽഫി എടുത്ത്, വീഡിയോ എടുത്ത് രാജ്യത്തിന്റെ മുന്നിലേക്ക് കൊടുക്കേണ്ട വിധത്തിലേക്ക് അയാൾ അക്കൗണ്ടബിൾ ആണ് എന്ന് തെളിയിച്ച ഒരു സമരമായി ഈ സമരം മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് വലിയ മാറ്റം. ആ മാറ്റത്തിലേക്ക് RSSനെയും BJPയെയും ചിന്തിപ്പിക്കുന്ന വിധത്തിലേക്ക് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ മാറിയിരിക്കുന്നു. ഇനി ചിലപ്പോൾ വേട്ടയാടലുകളുമായി അവർ ഇറങ്ങിയേക്കാം. അതിനെയും പ്രതിരോധിക്കാൻ SFI ഈ വിദ്യാർത്ഥികളോടും ഈ സമരത്തോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സംസാരിക്കും. എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സ്കൂളിൽ നമ്മളെല്ലാം എടുക്കുന്ന പ്രതിജ്ഞയുടെ ആദ്യ വരിയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഐതിഹാസികമായൊരു പോരാട്ടം ഈ രാജ്യത്തിന് ഇന്ന് പ്രകാശമേകുന്നു എന്നതിൽ ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ അതിയായ സന്തോഷം ഞങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയാണ്. ഈ വിജയം രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും വിജയമാണ്. ജനാധിപത്യ ഇന്ത്യയിൽ ഇന്നും വിശ്വാസം നഷ്ടപ്പെടാതെ ഈ ഇന്ത്യക്കകത്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ, പ്രതികരിച്ചാൽ, പ്രതിഷേധിച്ചാൽ ആ ഇന്ത്യയെ നിലനിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എല്ലാ സമര പോരാളികളുടെയും വിജയമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ്.
കേരളത്തിനകത്തും രാജ്യത്തിനകത്തും ആകെ ഈ വിഷയങ്ങളാകെ ഉയർത്തി സമരം ചെയ്ത ലക്ഷക്കണക്കിന് വരുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങൾ അവർക്ക് ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ വിജയം SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ, CJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകൾ നടത്തിയ ഐതിഹാസികവും സംഘടിതവുമായ വിജയത്തിന്റെ ഒരു പോരാട്ടത്തിന്റെ വിജയമാണ്. ഈ വിജയത്തിൽ ഞങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി വിരിയുമ്പോൾ ഈ പുഞ്ചിരി നീറ്റ് പരീക്ഷ എഴുതിയ 22 ലക്ഷം വിദ്യാർത്ഥികളുടെ കൂടി പുഞ്ചിരിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളുടെ കണ്ണിൽ തെളിയുന്ന ഈ പ്രകാശം ഈ നീറ്റ് പരീക്ഷയുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന 22 കുഞ്ഞുങ്ങളുടെ വിദ്യാർത്ഥികളുടെ കണ്ണീരിനാൽ ഇന്നും മുറിവുണങ്ങാത്ത രക്ഷിതാക്കളുടെ ഭാവി ജീവിതത്തിന്റെ പ്രകാശം കൂടിയായി ഞങ്ങൾ കാണുകയാണ്. ഇവർ ചവിട്ടി മതച്ചവർ, ഇവർ കൊന്നു തള്ളിയവർ, ഇവർ നാക്കരിഞ്ഞെടുത്തവർ, പ്രതികരിച്ചതിന്റെ പേരിൽ, പ്രതിഷേധിച്ചതിന്റെ പേരിൽ നരേന്ദ്രമോദിയുടെ ഭരണകൂടം വെടിവെച്ച് വീഴ്ത്തിയവർ, ആ വെടിവെച്ച് വീഴ്ത്തിയവരുടെ ശബ്ദം ഇന്ന് രാജ്യത്ത് ഉയർന്നു കേൾക്കുകയാണ്. ഈ തരംഗം, ഈ വിദ്യാർത്ഥികളുടെ വിപ്ലവം ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് തെറ്റിദ്ധരിക്കാനേ പാടില്ല. രാജ്യത്തെ RSSനോട്, രാജ്യത്തെ BJPയോട്, രാജ്യത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിനോട് രാജ്യത്തെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ പോരാട്ടം തുടരാൻ പോവുകയാണ്. ഒരാളുടെ മുന്നിലും മുട്ടുമടക്കില്ലെന്ന നിങ്ങളുടെ അഹങ്കാരത്തിനേറ്റ അടിയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ രാജ്യമെങ്കിൽ തുടരെ തുടരെ അടിയേറ്റു വാങ്ങേണ്ട ഗതികേടാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ ഇനി കാത്തിരിക്കുന്നത്. രാജ്യത്തെ തൊഴിലാളികളോട്, കർഷകരോട്, കർഷക തൊഴിലാളികളോട്, രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ എല്ലാവരും രാജ്യത്ത് അതിശക്തമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും SFI ഉൾപ്പെടെയുള്ള രാജ്യത്തെ പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉണ്ടാവും. രാജ്യത്തെ തൊഴിലാളികൾ അവരുടെ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. രാജ്യത്തെ കർഷകർ കർഷകാത്മഹത്യ ഉൾപ്പെടെ അവരുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ നടത്തുന്ന പോരാട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാകും. രാജ്യത്തെ മതവിശ്വാസികളോട്, പ്രത്യേകിച്ച് RSSന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായി എല്ലാ കാലവും BJP കണ്ടിട്ടുള്ള മതവിശ്വാസികളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാമക്ഷേത്രം ഉൾപ്പെടെ കൊള്ളയടിക്കാൻ BJP ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്നവരും വിശ്വഹിന്ദു പരിഷത്തും നേതൃത്വം കൊടുക്കുന്നു. നിങ്ങളും സംഘടിച്ച് ഈ സംഘപരിവാർ ഗവൺമെന്റിന് ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ ആരാധനാലയങ്ങളിൽ കൊടുക്കുന്ന തുകയാണ് അവർ കൊള്ളയടിക്കുന്നത്. ആ പോരാട്ടത്തിലും ഞങ്ങൾ ഒപ്പം ചേരുന്നു. അങ്ങനെ രാജ്യമാകെ പോരാട്ടമായി മാറുമ്പോ, രാജ്യത്തെ ജനങ്ങളായി പോരാട്ടത്തിന്റെ നേതൃത്വമായി മാറുമ്പോ, എത്ര ആഴത്തിൽ സമ്പത്തിനാൽ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നിലനിർത്താൻ ഇവർ പരിശ്രമിച്ചാലും ആ സമ്പത്തോ PR വർക്കോ കൊണ്ടോ ഒന്നും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവായി ഈ വിദ്യാർത്ഥി വിപ്ലവം മാറുകയാണ്. ഇതൊരു വിദ്യാർത്ഥി വിപ്ലവമാണ്. രാജ്യത്ത് നേരവകാശികൾ, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം പേറുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പൂർവികർ നടത്തിയ ത്യാഗോജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പിൻപറ്റുന്ന ഈ നാട്ടിലെ യഥാർത്ഥ രാജ്യസ്നേഹികൾ, യഥാർത്ഥ ദേശസ്നേഹികൾ, രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഭരണഘടനയും വിശ്വസിക്കുന്നവർ നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണിത്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞ രാഷ്ട്രീയത്തോട് മോഡി അങ്കിളിന്റെ PR വർക്കിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന ദയനീയ സ്ഥിതി കൂടി രാജ്യത്തെ BJPക്കാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ട് മോഡി അങ്കിളിന്റെ PR വർക്ക് കൊണ്ട് പുതിയ ജനറേഷനെ നേരിടാൻ ഇറങ്ങിയതിന്റെ പരാജയം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് പുതിയ തന്ത്രങ്ങളുമായി ഇനി വിദ്യാർത്ഥികളെ നേരിടാൻ നിങ്ങൾ രംഗത്തിറങ്ങണം. അതിനെയും നേരിടാൻ രാജ്യത്തെ വിദ്യാർത്ഥികൾ സുസംഘടിതമായി കേരളത്തിന്റെയും രാജ്യത്തിന്റെയും തിരുവോരത്തുണ്ടാകുമെന്ന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ പറയുക.